കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കരുത്തു പകർന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠ കൊണ്ട് ഈ പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് അവർ ഒന്നിക്കുന്നു, ആ മണ്ണിൽ വെച്ച് അവർ ഒന്നിക്കുന്നു എന്നുള്ളത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ, സാമൂഹിക പുരോഗമന ചരിത്രത്തിലടക്കം വലിയ തരത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയം മുൻപ് താലികെട്ട് നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിഷ്ഠയെ വലം വെക്കുകയാണ്. പിന്നാലെ ആയിരിക്കും അവർ ഈ പറയുന്ന പുറത്തേക്ക് വന്ന ഇക്കാര്യത്തിൽ ഒരു വിശദമായ പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളം മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളം ഇതുവരെ കാട്ടിയ, അല്ലെങ്കിൽ കേരളം ഇതുവരെ കാട്ടിയിട്ടുള്ള മാതൃകയല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് കേരളത്തിന്റെ ശരിക്കുള്ള സ്റ്റോറി എന്നുള്ള കാര്യം അത് നമ്മളുടെ ഈ ഒരൊറ്റ ചിത്രത്തിൽ, ഈ കഴിഞ്ഞുപോയ നിമിഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ്, നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രണയബന്ധം ഒരുമിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ സംസ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലേക്ക് വളരെ സുരക്ഷിതമായി അവർക്ക് അതിനുള്ള സൗകര്യം, അവർ കേരളത്തിൽ വെച്ച് വളരെ സുരക്ഷിതമായി ഒന്നിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏറെ ഭംഗിയുള്ള, ഏറെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് അല്പസമയം മുൻപ് ഇവിടെ നടന്നത്. പ്രജിൻ, രണ്ടുപേരുടെ തീരുമാനങ്ങളാണ്, അവർ എങ്ങനെ ജീവിക്കണം, അത് രണ്ടുപേരുടെ മാത്രമായ തീരുമാനങ്ങളാണ്. അതിനൊപ്പം ഒരു നാട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് പ്രായപൂർത്തിയായ രണ്ടുപേർ, അവർക്ക് ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്ന അവരുടെ ആഗ്രഹം. അതിനൊരു നാട് അവർക്കൊപ്പം നിൽക്കുന്നു. അവർക്ക് അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എതിർപ്പുകൾ ഒന്നും ഇവിടെ എതിർപ്പുകളായി മാറുന്നില്ല. പകരം അവരെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അത് അവർ തന്നെ വ്യക്തമാക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മറ്റ് രാജ്യത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും ഇതിനൊക്കെ എതിർപ്പുണ്ടാകും എന്ന് തോന്നിയത് കൊണ്ടാണ് കേരളത്തിലേക്ക് വരികയും ഇവിടെ തന്നെ വെച്ച് വിവാഹം നടത്താമെന്ന തീരുമാനമുണ്ടാകുകയും ചെയ്തതെന്ന് ഇതിനോടകം തന്നെ മൊണാലിസ ഭോസ്ലെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത സംസ്ഥാനക്കാർ, രണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങൾ, പക്ഷേ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം, അതിന് മറ്റൊന്നും തടസ്സമാകരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആ ആഗ്രഹം അവർ പറയുന്നു, പോലീസുമായി ബന്ധപ്പെടുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം അവർ തുറന്നു പറയുകയും ചെയ്യുന്നു. കൃത്യമായി പോലീസ് ഈ ഇരുവരുടെയും വീട്ടുകാരെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നതിനെ ഒപ്പം നിൽക്കുകയായിരുന്നു ഇവിടുത്തെ സംവിധാനങ്ങൾ. ഒപ്പം അതിന് പൂർണ്ണ പിന്തുണയേക്ക് വലിയൊരു ജനാവലിയുമുണ്ട്. ഒപ്പം CPIM അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഷഫീദ് റാവുത്തർ തുടങ്ങുന്നു. ഷഫീദ്, നേരത്തെ നമ്മൾ CPM നേതാക്കളോട്, CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളോട് ഇക്കാര്യങ്ങൾ ചോദിച്ചതാണ്. അവർ കൃത്യമായി തന്നെ എന്താണോ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, കേരളത്തിനെ കുറിച്ച് വെറുതെ അനാവശ്യമായി ഉണ്ടാക്കിയ പ്രൊപ്പഗൻഡയും അജണ്ടയും ഒക്കെ എന്താണെന്ന കാര്യം CPM നേരത്തെ തുറന്നു പറഞ്ഞതാണ്. അതിൽ CPM അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.